മാക്സിമം നമുക്ക് ഈ വീട് നിൽക്കുന്നത് ഫുള്ളായിട്ട് ഈ 10 സെൻറ്റ് സ്ഥലത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലവും നമുക്ക് വേസ്റ്റേജ് ആയിട്ട് പോയിട്ടില്ല. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ബെഡ്റൂം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആഫ്റ്ററും ബിഫോറും കാണുമ്പോഴേ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാകത്തുള്ളൂ. ഇവിടുത്തെന്ന് വെച്ചാൽ നമ്മൾ ഈ വിൻഡോയോട് ചേർന്ന് തന്നെ നമ്മൾ സിറ്റിംഗ് ഏരിയയും കൂടെ ചെയ്താൽ കൊടുക്കും. അതിന് ബിഫോർ ഉള്ളതാണിത്. നമുക്കിപ്പം അതിൻ്റെ അടിയിൽ റോസും അതിനകത്ത് ഇരിക്കാനായിട്ട് ഉള്ള സ്പേസ് എല്ലാം കൂടെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഇനി ടൈൽ വർക്ക് ബാക്കിയുണ്ട്. അത് ചെയ്താൽ ഉടനെ നമ്മൾ നമ്മുടെ ഇൻറ്റീരിയർ വർക്കും കൂടെ ഇതോടൊപ്പം സ്റ്റാർട്ട് ചെയ്യും. ഇത് പറഞ്ഞല്ലോ, നമുക്കൊരു പ്രീമിയം ലച്ച് വരുന്നുണ്ട്. നമ്മളെല്ലാം ടീക്കൂട്ടിലാണ് ഇവിടെ ചെയ്തേക്കുന്നത്. 12 mm സ്ക്വയർ റാഡ്, അത് പോളിഷ്ഡ് സ്ക്വയർ റാഡ് ഇപ്പോൾ അവൈലബിൾ ആണ്. ആ സ്ക്വയർ റാഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു കാര്യം കുറച്ച് സേഫ്റ്റി കൂടുതലാണ്. നമ്മളിപ്പം വുഡ് വെച്ചാലും വുഡിനകത്ത് കൊടുത്തിരിക്കുന്ന റാഡ് എത്രത്തോളം സ്ട്രോങ് ആയതുകൊണ്ട് ഇത് ബെൻഡ് ആവാനും ഒന്നും സാധിക്കത്തില്ല. നല്ല സ്ട്രോങ് ആയിരിക്കും. ഡ്യൂറബിലിറ്റി അതുപോലെ ആയിരിക്കും.